ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സ്റ്റൈലായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് മസാല കറിയാണ് കേട്ടോ. ഒരുപാട് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ടൈപ്പ് കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു മസാല കറിയാണ്. സാധാരണ നമ്മൾ കറികൾക്കൊക്കെ വേണ്ടിയിട്ട് സവാള അങ്ങനെ അരിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ ഇല്ല. പക്ഷേ എങ്കിൽ കുറച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ധാബ സ്റ്റൈൽ എഗ് മസാല കറി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു ധാബ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. റോഡ് സൈഡ് റെസ്റ്റോറൻറ്റ് പറയുന്ന പേരാണത്. അപ്പോൾ എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു എഗ്ഗ് കറി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറി നമ്മൾ തീരെ കുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ തന്നെ ചെറിയൊരു പണി ചെയ്തിട്ട് വെക്കണം. ഇത് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഒട്ടും തന്നെ പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ്. ഒരു 6 ടേബിൾ സ്പൂണോളം തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുളിയുള്ള തൈര് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കരുത്. പിന്നെ നന്നായിട്ട് ഞാൻ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. കൂടെ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. അത് നമുക്കൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1 ടീസ്പൂൺ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ ഒരു കാശ്മീരി റെഡ് ചില്ലി പൗഡറിൻ്റെയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെയും ഈ 2 എരിവ് കൂട്ടുന്ന 2 ഐറ്റംസിൻ്റെയും അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് ഒരു തൈരിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പണി മാത്രം നമ്മൾ കറി തീയിൽ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളൊരു ഭാഗത്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു എഗ്ഗ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന കറിയല്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുന്നത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ക്യുമിൻ പൗഡർ, അതായത് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും വേണം, പക്ഷേ കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ ഞാനിന്നിപ്പം 4 മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്കൊരു 6-7 മുട്ട വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ 4 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 4 മുട്ടയെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ 4 മുട്ടയും നമ്മൾ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതായത് ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ആ ഒരു മുട്ടയുടെ വെള്ളഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു മൊരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ 2-3 മിനിറ്റ് എടുത്തിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എഗ്ഗ് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് നമ്മളവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ഓയിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കി മസാല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല എങ്കിൽ മറ്റൊരു പാനിൽ നിങ്ങൾക്ക് മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഓയിൽ കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു 1/2 ടീസ്പൂണോളം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓയിലിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ഓയിലുള്ളത് കൊണ്ടാണ് ഞാൻ തീ കുറച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അതിലേക്ക് പൊടികളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 3 മീഡിയം സൈസായിട്ടുള്ള സവാള ചോപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ സാധാരണ കറികളിലൊക്കെ ചേർക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ടയും അതല്ലെങ്കിൽ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക, വളരെ ഫൈനായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ മിക്സി ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ളതാണല്ലോ, അതിൻ്റെ കുഞ്ഞു ജാറിനകത്ത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. വളരെ ചെറിയതായിട്ട് കിട്ടുന്ന രീതിയിൽ ക്രഷ് ചെയ്തിട്ട് എടുക്കുക, പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള കൂടെ ചേർത്തിട്ട് നമ്മൾ 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനകത്തിപ്പം ഓയിൽ കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടെ നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ മസാല തയ്യാറാക്കി തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ വേണമെങ്കിൽ ആ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ വീണ്ടും നമ്മൾ സവാള നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ സവാള കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഒന്നെങ്കിൽ നന്നാക്കി പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ നല്ല പോലെ ചതച്ചെടുക്കാം.
ഇന്നിപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ നമുക്കൊരു 1.25 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ നല്ല പോലെ തന്നെ വഴറ്റിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇത്രയ്ക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ, കാരണം അതിന് നല്ല ഫ്ലേവർ അല്ലേ. ഇവിടെ കിട്ടുന്നതിന് നമ്മൾ കുറച്ച് അധികം ചേർത്തിയാലേ നല്ല ഫ്ലേവറൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയം കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു വഴറ്റുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾ കുറയ്ക്കരുത്, കാരണം നമ്മുടെ ഈ ഒരു മസാല നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നിടത്താണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ സവാളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 6-7 മിനിറ്റോളം നമ്മളിപ്പം ഈ ഒരു മസാല റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കണം. ഓൾമോസ്റ്റ് ഒരു 1 കപ്പോളം ടൊമാറ്റോ പ്യൂരി നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിപ്പം 2 മീഡിയം സൈസ് ആയിട്ടുള്ള നല്ല കളറുള്ള തക്കാളി, അധികം പുളിയൊന്നും ഇല്ലാതെ നല്ല കളറായിട്ടുള്ള തക്കാളി എടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ തക്കാളി എടുക്കുന്ന സമയത്ത് അധികം പുളി ഇല്ലാത്ത തക്കാളി തിരഞ്ഞിട്ട് എടുക്കുക കേട്ടോ. മാത്രമല്ല നല്ല കളറുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോകരുത്, കാരണം നമ്മുടെ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമെങ്കിലും നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ അതിങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും നമ്മളിതിനെ അടച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ 2-3 മിനിറ്റ് തന്നെ കുക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ട് ഒരു 6 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് അതിൽ നിന്നും ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്ന രീതി ഉണ്ടല്ലോ, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, തൈരിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് അത് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്ലെയിം ഉണ്ടല്ലോ, തീ അത് നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു തൈരിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇത് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ ഒരു തൈരിൻ്റെ മിക്സ് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ നമ്മളൊരു 1.25 കപ്പോളം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതേസമയം തന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഉപ്പ് കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു അടച്ച് വെച്ചിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് തിളപ്പിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഗ്രേവി കുറച്ചൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേവി റെഡിയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സമയമാണ് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ എഗ്ഗ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എഗ്ഗ് ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഒരുപാട് ആഴത്തിലൊന്നും വരഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് നമ്മുടെ എഗ്ഗിൻ്റെ അകത്തേക്ക് ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 മുട്ടയും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 6 അതല്ലെങ്കിൽ 7 മുട്ടയൊക്കെ ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇത് പൊറോട്ടയിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 4 പേരേ ഉള്ളൂ, ഓരോരുത്തർ ഓരോ എഗ്ഗേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 ചേർത്തിനേ ഉള്ളൂ. അപ്പോൾ മുട്ട കൂടെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമില്ലാത്തവരൊക്കെയാണെങ്കിൽ ആ ഒരു ചേർക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് എഗ്ഗിൻ്റെ മുകളിലേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും ചെറിയ തീയിലൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കുകയാണ്. ഓയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് കസൂരി മേത്തി ലീവ്സ് കൂടെ ചേർക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സിനെയാണ് നമ്മൾ കസൂരി മേത്തി ലീവ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമ്മുടെ കയ്യിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ധാബ സ്റ്റൈലിലുള്ള നമ്മുടെ എഗ്ഗ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞിട്ട് ചെയ്യുന്ന മുട്ടക്കറി അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ സവാള അരിയാൻ മടിയുള്ളവർക്കൊക്കെ ഇഷ്ടമാകും. പിന്നെ അത് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് വഴറ്റിയെടുക്കുന്നത്, അതായത് റോസ്റ്റിങ്ങിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടും മസാലപ്പൊടികളൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നവർ ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. മാത്രമല്ല നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അല്ലേ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.